അപ്പോൾ ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഇന്ന് ന്യൂസിലാൻഡിൽ നടന്ന ഒരു സംഭവമാണ്. അതായത് പ്രൊട്ടസ്റ്റ് നടന്നിരിക്കുന്നത്, അതായത് എഗെയിൻസ്റ്റ് ഇന്ത്യൻസിന് വേണ്ടിയിട്ട്. അതായത് കുറച്ച് പഞ്ചാബികൾ അവിടെ ചെന്ന് അവരുടെ എന്തോ ഒരാഘോഷം നടത്തി. ഒരാവശ്യമില്ലാത്ത കാര്യമാണ്. അവിടെ ചെന്ന് ആഘോഷം നടത്തി. ഓക്കെ, അവിടുത്തെ ഹക്ക എന്ന് പറയുന്ന ആ ട്രൈബൽ ഗാങ്, അതായത് ന്യൂസിലാൻഡിലുള്ള ആൾക്കാർ ഇത്രയും പീസ്ഫുള്ളായിട്ട് നടക്കുന്ന ആൾക്കാർ, ബട്ട് അവർ ഫുൾ ഇത്രയും ആൾക്കാർ രംഗത്തിറങ്ങി ദിസ് ഇസ് ന്യൂസിലാൻഡ് നോട്ട് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു എന്താവശ്യം ഉണ്ടായിട്ടാടാ നീയൊക്കെ അവിടെ ചെന്ന് കാണിക്കുന്നത്? ഒരു ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു. ഇതേപോലെ എടാ നിനക്കൊക്കെ ആഘോഷിക്കണം, ഇന്ത്യയിലോട്ട് പോവാ, നീ ഇവിടെ വന്ന് ചെയ്യും. ഇവിടെ നിന്ന് ഒരു ആരും ചോദിക്കാൻ പറ്റില്ല നീ എന്ത് ചെയ്യണമെന്ന്. പക്ഷെ നീ കണ്ട രാജ്യത്തിലും എടാ അവരുടെ റൂൾസ്, അവരുടെ എല്ലാ പ്രൊസീജിയേഴ്സും പ്രോട്ടോകോൾസും ഫോളോ ചെയ്ത് ചെയ്യുന്നതാണ് കാര്യങ്ങൾ. അല്ല നീയൊക്കെ ചെന്നിട്ട് അവിടെ ചെന്ന് ഗണേശ് ചതുർത്ഥി അടുത്തതാണ്ട് ഈ വരുന്ന ഈ സാധനം തേങ്ങ വിട്ടാൻ വേണ്ടത്തെ എടാ നീയൊക്കെ ഇവിടത്തെ റോഡോ നശിപ്പിച്ച് അവിടെ ചെന്ന് എന്തിനാടാ തേങ്ങ ഉടയ്ക്കുന്നത്? നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ? എടാ ഈ കുറച്ച് പേര് ചെയ്ത കാരണം എത്ര പേർക്കാണ് ഇത് എഫക്റ്റ് ആവുന്നതെന്ന് കുറച്ച് പേര് ആലോചിച്ചിട്ടുണ്ടോ? കാരണം അവിടെ ഫാമിലി ആയിട്ട് PR എടുത്ത് സമാധാനത്തോടെ ജീവിക്കുന്ന പല ആൾക്കാർക്കും ഞാനൊരു ഇത് കണ്ടതാണ്, ഇടയ്ക്കൊരു ന്യൂസ് കണ്ടതാണ്. അതായത് ഒരു കൊച്ചു കുഞ്ഞ്, അതായത് ഒരു ഇന്ത്യൻ വംശമായിട്ടുള്ള കുഞ്ഞിന് അയർലൻഡിലാണെന്ന് തോന്നുന്നു ഇതേപോലെ എന്താ പറഞ്ഞാൽ കുറച്ച് ബോയ്സ് അവർക്കെതിരെ ബുള്ളിങ് ചെയ്തായിരുന്നു. അതായത് അവരുടെ സൈക്കിൾ കൊണ്ടുവന്ന് ആ പെങ്കൊച്ചിന് പ്രൈവറ്റ് പാർട്ടി വഴി ഗോ ബാക്ക് ടു യുവർ കൺട്രി എന്നാണ് പറയുന്നത്. ഇതിപ്പോ ഒരു രാജ്യം മാത്രമല്ല, പല രാജ്യത്ത് ഇന്നുമാതിരി പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എടാ നിനക്കൊക്കെ ആഘോഷിക്കണമെങ്കിൽ ദയവ് ചെയ്ത് നീയൊക്കെ നാട്ടിൽ വന്ന് ആഘോഷിച്ചു, ആരും ചോദിക്കാൻ പറ്റുന്നില്ല. അവിടെ ചെന്ന് എന്തിനാടാ അവന്മാരെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ട്? എടാ ഇവിടെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പിന്നെ ഞാൻ ഈ വീഡിയോ എക്സ്പ്രഷൻ ഞാൻ ഇത് മലയാളത്തിൽ ഒന്ന് ചെയ്ത് കുറെ നല്ല മികച്ച ഫുഡ് ആൾക്കാരൊന്നും മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനിത് ഹിന്ദിയിലും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഗൈസ് പ്ലീസ്, ഇങ്ങനെ ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ആഘോഷിക്കാൻ തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്ത് അവിടെ പ്രോട്ടോകോൾസ് തെറ്റിക്കാതിരിക്കുക മാക്സിമം. കാരണം നമ്മളുടെ ഒരുപാട് സഹോദരിമാർ, ഫ്രണ്ട്സ് ഒരുപാട് പേര് ജോലി ചെയ്യുന്നതാണ് പുറത്ത്. എന്തെങ്കിലും ഒരു ഇഷ്യൂ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് ആൾക്കാർക്കും അതേപോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ട് ഒരേ ഒരു കാര്യം കൊണ്ടാണ് ഈ പറയുന്നത്, നിങ്ങൾക്ക് ആഘോഷിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നല്ല കാര്യം, ആഘോഷിച്ചോ. വീട്ടിന്റെ പറമ്പിലോ എവിടെയെങ്കിലും നിന്ന് നിങ്ങളുടെ വീട്ടിലെ ഹൗസ് പാർട്ടി നടത്തിയോ, കുഴപ്പമില്ല. ബട്ട് ഇത് കുറച്ച് എക്സ്ട്രീമാണ്. ഈ റോട്ടിലിറങ്ങി ഇത്രയും ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിച്ച് പ്രൊട്ടസ്റ്റ് പോലെയൊക്കെയാണ് ചിലവർ ചെയ്യുന്നത്. ഇതിപ്പം ഒരു രാജ്യക്കാർ മാത്രം, നമ്മുടെ ഇന്ത്യക്കാർ മാത്രമല്ല, വേറെ ആര് ചെയ്താലും നമ്മുടെ പേരിലേ വരത്തുള്ളൂ. കാരണം അറിയുന്ന പേര് ഇന്ത്യ മാത്രമാണ്. ഗൈസ് പ്ലീസ് ബി സേഫ്. അതുകൊണ്ട് മാക്സിമം പ്രോബ്ലത്തിലോടും ചെന്ന് പെടാതിരിക്കുക. കാരണം പുറത്തെ രാജ്യത്ത് ചെല്ലുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുള്ളതായിരിക്കാം. അങ്ങനത്തെ ഉള്ള ആൾക്കാർ ഒരുപാട് മാക്സിമം സേഫായിട്ടിരിക്കാൻ നോക്കുക. ഇങ്ങനത്തെ വള്ളികളിലൊന്നും ചെന്ന് ചാടാതിരിക്കുക. ഇത്രേ പറയാനുള്ളൂ. എന്തായാലും ഇത് ഹിന്ദിയിലും കൂടെ ചെയ്യുന്നതായിരിക്കും ഗൈസ്.